വ്യാപാരിയും ഭൂതവും. ഷഹറാബാദ് കഥ പറഞ്ഞു തുടങ്ങി. അനുഗ്രഹീതനായ മഹാരാജാവേ, ഒരു വ്യാപാരിയുടെ കഥ ഞാൻ പറയാം. പല രാജ്യങ്ങളുമായി കച്ചവടത്തിലേർപ്പെട്ടിരുന്ന ധനികനായൊരു വർത്തക പ്രമാണി ഉണ്ടായിരുന്നു. ഒരിക്കൽ വ്യാപാര കാര്യത്തിനായി കുതിരപ്പുറത്ത് യാത്ര പുറപ്പെട്ട അയാൾ വെയിൽ മൂത്തപ്പോൾ ഒരു മരത്തണലിലിരുന്നു വിശ്രമിച്ചു. സഞ്ചിയിൽ നിന്നും ഈത്തപ്പഴമെടുത്ത് തിന്നിട്ട് അതിൻ്റെ കുരു അയാൾ ദൂരെ എറിഞ്ഞു. ഉടനെ ഒരു ഭൂതം ഗർജിച്ചുകൊണ്ട് കയ്യിലൊരു വാളുമായി അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നീ എൻ്റെ കുഞ്ഞിനെ കൊന്നു അല്ലേ? നിന്നെയും ഞാൻ കൊല്ലും. ഭൂതം അലറി. അയ്യോ, ഞാനെപ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നത്? വ്യാപാരി അമ്പരന്നു. നീ ഈന്തപ്പഴക്കുരു ദൂരെ എറിഞ്ഞപ്പോൾ അത് പുറത്തു വീണ് എൻ്റെ കുഞ്ഞ് മരിച്ചു. മഹാനായ ഭൂതമേ, ഞാനൊരു വിശ്വാസിയാണ്. വ്യാപാരി പറഞ്ഞു. എനിക്ക് കള്ളം പറയാൻ വശമില്ല. എൻ്റെ ഭാര്യയും കുട്ടികളും എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അവരോട് യാത്ര പറയണം. എന്നെ വിശ്വസിച്ച് പണം തന്നിട്ടുള്ള പലരുടെയും കണക്കുകൾ തീർക്കാനുണ്ട്. അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ഇടപാടുകളെല്ലാം തീർത്തിട്ട് വേഗം തിരിച്ചു വരാം. ഇത് സത്യം. പിന്നീട് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. ഭൂതത്തിന് വ്യാപാരിയുടെ വാക്കുകളിൽ വിശ്വാസം തോന്നി. അടുത്ത വർഷാരംഭത്തിൽ തിരിച്ചെത്തിക്കൊള്ളാമെന്ന കരാറിന്മേൽ അയാളെ പോകാൻ അനുവദിച്ചു. വ്യാപാരി നാട്ടിലെത്തി കൊടുക്കൽ വാങ്ങലുകളെല്ലാം പൂർത്തിയാക്കി. സ്വത്തുക്കൾ ഭാര്യയുടെയും മക്കളുടെയും പേർക്ക് എഴുതി വച്ചു. എന്നിട്ട് നിശ്ചിത ദിവസം ബന്ധു മിത്രാദികളോട് യാത്ര പറഞ്ഞ് സ്വന്തം ശവക്കച്ചയുമായി ഭൂതത്തെ കണ്ട സ്ഥലത്തു ചെന്നു. ഏത് നിമിഷവും വന്നെത്താവുന്ന മരണത്തെ പ്രതീക്ഷിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന വ്യാപാരിയുടെ സമീപത്ത് മാന്യനായൊരു ഷെയ്ഖ് വന്നു ചേർന്നു. അയാൾ ഒരു മാനിനെ ചങ്ങലയിൽ ബന്ധിച്ച് കയ്യിൽ പിടിച്ചിരുന്നു. ആഗതൻ വ്യാപാരി അഭിവാദനം ചെയ്തിട്ട് ചോദിച്ചു, എന്താ ചങ്ങാതി, പ്രേതബാധയുള്ള ഈ സ്ഥലത്ത് തനിച്ചിരിക്കുന്നത്? വ്യാപാരി തൻ്റെ കഥ അയാളോട് പറഞ്ഞു. അത് കേട്ട ഷെയ്ഖ് അത്ഭുതം കൂറി. വിചിത്രമായിരിക്കുന്നു. നിങ്ങളെപ്പോലൊരു വിശ്വസ്തനെ കാണാൻ കിട്ടുന്നത് തന്നെ പ്രയാസം. എന്തായാലും ഭൂതം വരുന്നത് വരെ ഞാനിവിടെ ഇരിക്കാം. ഇതിൻ്റെ അന്ത്യമെന്നാണെന്ന് എനിക്കും അറിയണം. അയാൾ വ്യാപാരിയുടെ അടുത്തിരുന്ന് സംഭാഷണം തുടർന്നു. വ്യാപാരിയാകട്ടെ ദുഃഖഭാരം കൊണ്ട് ഇടയ്ക്കിടെ മോഹാലസ്യപ്പെട്ടു. അപ്പോഴതാ മറ്റൊരു ഷെയ്ഖ് 2 കറുത്ത വേട്ടനായ്ക്കളുമായി അവിടെ വന്നു. അയാൾ മറ്റു 2 പേരോടും ചോദിച്ചു, എന്താണ് അപകടം പിടിച്ച സ്ഥലത്തിരിക്കുന്നതെന്ന്. അവർ അയാളോട് കാര്യം പറഞ്ഞു. മൂന്നാമൻ അത് കേട്ട് നിലത്തിരുന്നില്ല. അതിനു മുമ്പേ മറ്റൊരു ഷെയ്ഖ് വന്നു.